പൈനാപ്പിൾ കഷണമായിട്ട് ഇട്ടിട്ടുള്ള ഒരു മോരുകറി ഉണ്ടാക്കാൻ. കട്ടിമോര് കട്ടിമോര് വേണം, നല്ല കൊഴുപ്പ് കിട്ടും. മോരൊഴിച്ചിട്ട് തിളയ്ക്കാൻ പാടില്ല എന്നുണ്ടോ? പൊട്ടിത്തെറിച്ച് മുഖത്തേക്കെങ്ങാൻ വീണാൽ കഥ കഴിയും. പൈനാപ്പിൾ മോരുകറി ഇവിടെ അപ്പച്ചന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് തന്നെ ടിപ്പിക്കൽ നിനക്ക് വന്നിട്ടുണ്ട്. അടുപ്പത്തിരിക്കണതാ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത്. ഒന്ന് അതിൽ ഉപ്പിട്ടു, 2 പച്ചമുളക് പിളർന്നിട്ടു, ഇച്ചിരി ഇഞ്ചി അരിഞ്ഞായിട്ടേക്കണത്, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് വേവിക്കാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചേക്കും അടുപ്പില. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ കഷണമായിട്ട് ഇട്ടിട്ടുള്ള ഒരു മോരുകറി ഉണ്ടാക്കാൻ. എപ്പോഴും നിങ്ങൾ കഷ്ണങ്ങളില്ലാത്ത മോരുകാച്ചും അല്ലെങ്കിൽ വെള്ളരിക്ക ഇട്ട മോരുകറിയും അല്ലെങ്കിൽ ചെനച്ച കായിട്ട മുരുകറിയൊക്കെ അല്ലേ കാണുന്നത്. ഇന്നിപ്പോൾ ഒരു വ്യത്യസ്തതയായിട്ടിരിക്കട്ടെ എന്ന് ഓർത്ത്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പൈനാപ്പിൾ കൊണ്ടുവന്നു. അപ്പോൾ പൈനാപ്പിൾ കുറച്ചൊക്കെ കഴിച്ചു, പിന്നെ കുറച്ചൊക്കെ ജ്യൂസ് അടിച്ചു, പല രീതിയിലും ചെയ്തു. അതിനുശേഷം ഇരുന്ന ഒരു പൈനാപ്പിൾ അപ്പം ഞാൻ ഓർത്തു ഒഴിച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു, എന്നാൽ ഇച്ചിരി അടിച്ച് വെച്ച് പൈനാപ്പിളിൻ്റെ ഒരു സ്വല്പം കഷ്ണം ഇട്ട് ഒരു മോരുകറി വെക്കാമെന്ന്. ഇത് ഈ കഷ്ണം കൂടുതൽ വലുതാക്കി നുറുക്കി കട്ട് ചെയ്ത് തിക്നെസ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഇവിടെ അങ്ങനെ അധികം കട്ടിയിലുള്ളതും അധികം തിക്കായിട്ടിരിക്കുന്നതും താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ചെറുതാക്കിയതും. ചെറുതെന്ന് പറയാൻ പറ്റൂല, എന്നാലും സാധാരണ ഇടുന്ന കഷ്ണത്തെക്കാളും ഇച്ചിരി ചെറുതാണ്. കനവും കുറച്ച് അരിഞ്ഞിട്ടേക്കണം കേട്ടോ. ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ മറ്റുള്ളതുപോലെ തന്നെ തേങ്ങയരപ്പ് ചേർക്കുക, മോരും ചേർക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് കടുക് പൊട്ടിക്കുക, മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇതേ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പിൽ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, 1 തിളം ചുവന്നുള്ളി, പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി, ഒരു സ്വല്പം മുളക് പൊടി കേട്ടോ, എരിവ് മുളക് പൊടി. അത് ഞാൻ ഈ കഷ്ണമായിട്ട് വെക്കണത് കൊണ്ടാണ് ഇച്ചിരി എരിവ് മുളക് പൊടി. സാധാരണ നമുക്ക് കാന്താരി മുളക് ചേർക്കാറ്. ഇതിൽ കഷ്ണം വേവിക്കാൻ നേരത്ത് പച്ചമുളക് പിളർന്നിട്ടിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് അരപ്പിൽ സ്വല്പം ചേർത്തിട്ടുള്ളൂ. ഞാൻ അരപ്പൊരു സ്വല്പം ഒന്ന് വെന്ത് കഴിയുമ്പോൾ മോരൊഴിക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി ഇതൊന്ന് കഴുകിക്കൊണ്ട് പറ്റത് ഈ പാത്രം എന്നിട്ട് അതും കൂടെ അങ്ങ് ഒഴിച്ച് അരപ്പ് വെന്തോളും. ഒരു തരിക്ക് വെള്ളം മതി, അരപ്പ് വേവാനുള്ള വെള്ളം. പച്ചക്കുത്ത് മാറണ്ടേ, അതാ. ഇനി അത് വെന്ത് കഴിഞ്ഞാൽ മോര് ചേർക്കുക. കടുക് പൊട്ടിക്കും. ഈ ചട്ടി നമ്മൾ കരിങ്ങാശ്രയെന്ന് മേടിച്ചതാ. ഒരു 2 കൊല്ലത്തിലേറെയായി. നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ മാസം, കഴിഞ്ഞ 2025 ഏപ്രിലല്ലേ നമ്മൾ വർക്ക് ഏരിയ പൊളിച്ചത്. 2025 ഏപ്രിൽ വർക്ക് ഏരിയ പൊളിച്ചപ്പോൾ കുറേ നല്ല ഇങ്ങനത്തെയുള്ള ചട്ടികളും ആ പരന്ന മറ്റേ ചെമ്മീൻ കറി വെക്കണേ ആ ചട്ടിയെല്ലാം ഒരപ്പരയിലെ ബർത്തയിൽ കൊണ്ട് അടുക്കി വെച്ചിട്ട് ഇപ്പം ഓരോന്നേ കഴുകിയെടുക്കണേ ഉള്ളൂ. സാധാരണ ഉപയോഗിക്കുന്ന 2-3 മീൻചട്ടിയും 1-2 ചുമ്മാ മൺചട്ടിയും 1-2 ചെറിയ വേറെ കറിയൊക്കെ വേവിക്കുന്ന മൺചട്ടി മാത്രം ഇവിടെ വെച്ചേച്ച് ബാക്കിയെല്ലാം ഒരപ്പരയിൽ 2 ബെർത്ത് ഷെൽഫെന്ന് പറയാൻ പറ്റില്ല, 2 ബെർത്തുണ്ട്. ആ ബെർത്തിൽ ഇങ്ങനെ കമത്തി വെച്ചേക്കും. ഇനി ഇത് ഓരോന്നോരോന്ന് കഴുകിയെടുക്കണം. മറ്റേ ഹാൻഡിലുള്ള ചട്ടിയൊക്കെ ഇനി കഴുകിയെടുക്കണം, മണ്ണിൻ്റെ. ഇത് നമ്മൾ കരിങ്ങാച്ചിറന്ന് പണ്ട് അങ്കമാലിക്ക് പോയിച്ചു വന്നപ്പോൾ അവിടെ ഒരു കരിങ്ങാച്ചിറ ജംഗ്ഷനിൽ ഒരു ഇതുണ്ട്, അവിടെ നിന്ന് മേടിച്ച. ഇനി ഇപ്പോഴേ ഇതിന്റെ ബ്ലാക്ക് കളർ, ഇതിന്റെ ചെറിയ ചട്ടി ഉണ്ടെങ്കിൽ ഒരെണ്ണം മേടിക്കാം, ബ്ലാക്ക് കളർ. ഓൺലൈനിലൊക്കെ ഇങ്ങനത്തെ കുറെ ചട്ടികൾ ഓൺലൈനിൽ ഉണ്ടാകും. ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ നമുക്ക് ഇവിടെ നമ്മുടെ ജംഗ്ഷനിൽ തന്നെ ഷോപ്പിലൊക്കെ കിട്ടില്ല. പിന്നെ കാറിന് പോകുമ്പോൾ പരുമല പോകുമ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോഴും ഒക്കെ പുതിയ കാവ് അങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുമ്പോൾ നിർത്തി ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കുമല്ലേ പതിവ്. നമുക്കൊരു മൂടിയ ചട്ടി മണ്ണിൻ്റെ മേടിക്കാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ മോരുകറി അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. എനിക്കത് മധുരമുള്ളത് ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഈഗർലി വെയിറ്റിംഗ് ആണ്. അതുപോലെ ഇതുണ്ടാക്കി ഈ ചീനച്ചട്ടി ഉണ്ടല്ലോ, മണ്ണിൻ്റെ ചീനച്ചട്ടി, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ അത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാനത് ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. കട്ടിമോര് വേണം, നല്ല കൊഴുപ്പ് കിട്ടും. നമ്മൾ ഒഴിച്ചതാട്ടോ. മോരൊഴിച്ചിട്ട് തിളയ്ക്കാൻ പാടില്ല എന്നുണ്ടോ? തിളയ്ക്കൂല, ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യും. തിളയ്ക്കാറില്ല സാധാരണ കേസിൽ. പിരിയുന്നാ പറഞ്ഞത് തിളച്ച് കഴിഞ്ഞാൽ. ചൂടായി കഴിഞ്ഞ് വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി. ഉപ്പ് നോക്കാനാ, ഉപ്പ് കുറവുണ്ട്. കഷ്ണം ഉപ്പിട്ട് മേവിച്ച മോരിന് എന്നുള്ളത് കൊണ്ട് ഇച്ചിരി ഉപ്പ് മതിയോ? ഇനി മതിയോ?
പൊടിക്ക് ഉലുവ വറുത്ത് പൊടിച്ചത് കേട്ടോ. ദേ പൊടിക്ക്, അതൊക്കെ നമ്മുടെ താല്പര്യം. അതെ, പൊട്ടിത്തെറിക്കുന്നുണ്ട്. കടുക് അതെന്നാന്നറിയാമോ, തവയിൽ ഇച്ചിരി നനവുണ്ടായിരുന്നു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതാ, കഴുകിയ വെള്ളം. അപ്പം കടുക് ഉലുവ ഇട്ടിട്ടുണ്ട്, അത് പൊട്ടിയിട്ടുണ്ട്. ഞാനതുകൊണ്ട് മൂടി വെച്ചതാ. ദേ വറ്റൽമുളക് പൊട്ടിത്തെറിച്ച് മുഖത്തേക്കെങ്ങാൻ വീണാൽ കഥ കഴിഞ്ഞു, അതോടെ കഴിഞ്ഞു. കറിവേപ്പില ഇടുമ്പോൾ വെള്ളം ഉണ്ടാവും അതിൽ. ഒന്ന് അനക്കി കഴുകണം. അല്ലാതെ ഞാൻ പറിച്ചേച്ച് കഴുകി വെക്കാറില്ല വേപ്പില അതിലേക്ക്. ഇനിയിപ്പോൾ കണ്ടമാനം പൊട്ടു കേട്ടോ. അതാ പറഞ്ഞ് ഇപ്പൊ പൊട്ടും. ഭയത്തോട് കൂടിയതാ. അതിന് മുമ്പ് തന്നെ പൊട്ടി തുടങ്ങിയിരുന്നു. അതിന് മുമ്പ് തന്നെ അല്ലേ മൂടി വെച്ചാൽ പാകവും തെറ്റും. അതായത് ഇനി മൂടാൻ പറ്റൂല. എന്നാന്ന് വെച്ചാൽ മുളക് കരിയും. അതെ 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 അതെ, വേഗം ഇട്ടോ ഇനി. പോരെ ബാ പോരെ. പൈനാപ്പിൾ മോരുകറി, അതെ ഇന്നത്തെ സ്പെഷ്യൽ. ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ഒരു കറിയാണ് ഈ മധുരക്കറി. മധുരക്കറിക്ക് പിന്നെ എൻ്റെ ഇഷ്ടത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല, എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പച്ചൻ മധുരക്കറി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പച്ചന് അതാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട പാവയ്ക്ക. അതുപോലെ പാവയ്ക്ക അപ്പച്ചന്റെ അത് തന്നെയാ നിനക്ക് കിട്ടിയേക്കണേ. അതെ അതെ അതെ, അപ്പയ്ക്ക് ഇഷ്ടമാണെങ്കിലും അപ്പയ്ക്ക് അത്ര ഇഷ്ടമല്ല. അതെ അതെ അതെ, ഇവിടെ അപ്പച്ചന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് തന്നെ ടിപ്പിക്കൽ നിനക്ക് വന്നിട്ടുണ്ട്. ഓരോരോ കഥകൾ. അപ്പം അങ്ങനെ പൈനാപ്പിൾ മോരുകറി റെഡിയായി. ഇനി വിളമ്പുമ്പോൾ കാണിക്കാം അല്ലേ. വെക്കട്ടെ കേട്ടോ കൈക്ക്. വെച്ചൊഴിച്ചാൽ മതി. നല്ല വെയിറ്റാ ചട്ടി. അതുകൊണ്ടാണ്. മൺചട്ടിയൊക്കെ ഉപയോഗിക്കാൻ എളുപ്പമാണെന്ന് വിചാരിക്കുമെങ്കിലും ക്യാരി ചെയ്യാൻ ഈ കയ്യിൽ നീ ഓർക്കണ്ടോ, നീ പണ്ട് പഠിച്ച കാലത്ത് ടൂർ പോയപ്പോ വയനാട് മേടിച്ചതാ അല്ലേ. നല്ല കുഴിയാ അതിന്റെ അല്ലേ. നല്ല രസമാണ്. ഇപ്പോഴും നല്ല ഗുണമേന്മയോട് കൂടി അത് ഇരിപ്പുണ്ട്. സൂക്ഷിക്കും. ഇത് മതിയായിരിക്കും, ഒത്തിരി ഒഴുകിപ്പോയി. എൻ്റെ മനസ്സിലുണ്ടല്ലോ നമ്മുടെ പൈനാപ്പിള് മുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു പച്ചടി ഉണ്ടാക്കില്ലേ സദ്യകൾക്കൊക്കെ വിളമ്പുന്ന, അതാണ് കേട്ടോ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എന്തുതന്നെയായാലും പൈനാപ്പിളിൻ്റെ ആ ഒരു നേർത്ത മധുരം വരുന്നത് മോരുകറിക്ക് നല്ല ഉഷാറ് രുചിയായിരുന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. ഇപ്പം മോരുകറി കൊണ്ട് കഷ്ണം ഇല്ലാത്ത മോരുകറി അമ്മ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ചേന ഇട്ടിട്ട്, വെള്ളരിക്ക ഇട്ടിട്ട്, അതുപോലെ ചെമ്പ്രം കൊണ്ട കായ ഇട്ടിട്ട്, അങ്ങനെ പല വിധത്തിൽ ഉണ്ടാക്കാറുണ്ട്. ഇതിൽ ഏറ്റവും ഇപ്പോൾ ഇതേ പൈനാപ്പിളും, അതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പൈനാപ്പിളാണെന്ന്. കാരണം ഇറ്റ് ഈസ് വെരി വെരി യമ്മി. പ്രത്യേകിച്ച് ഈ ഊണിൻ്റെയൊക്കെ കൂടെ ചെറിയൊരു മധുരക്കറിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഉഷാറ് രുചിയായിരിക്കും കേട്ടോ. ഇതാണോ കദളി വാഴ? എൻ്റെ വിശ്വാസം. അതെന്നെ ഇവിടെ കൊണ്ടുപോയി നട്ടെ. ഞാനോ? ഞാൻ ഓർക്കണേ ഇല്ല. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു. അപ്പച്ചൻ പണ്ട് പാടുന്ന പാട്ടാ. കൊല പൊതുവെ കദളി വാഴയുടെ കൊലകളെല്ലാം ചെറുതാണ്, അത്ര വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല. ഇത് പക്ഷേ അൺയൂഷ്വലി സ്മോളാണ്. ആണോ? എന്താ അതിന് വലിപ്പം ഇല്ലാത്ത? അതിനങ്ങനെ സാധാരണ വളങ്ങളൊന്നും അങ്ങനെ ദഹിക്കില്ല. അങ്ങനെ അതൊരു സ്പെഷ്യൽ ബ്രീഡ് ഓഫ് ബനാനയാണ്. ഇത് ഗുണമുള്ളതാണോ? വളരെ ഗുണമുള്ളതാണെന്നല്ലേ പറയണേ. ഗുരുവായൂരപ്പന് ഇത് കൊടുക്കുന്ന വാഴയാണ്. ഏത് കൊടുക്കണ? നിവേദ്യം അതാണ് അവളിക്കൊല. ഓ, പണ്ട് കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എല്ലാ മാസവും 1-ാം തീയതി മറ്റേ തൊഴാൻ പോകുമ്പോൾ ഈ കദളിക്കുഴയാണ് കൊണ്ടുപോണത്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? തിരുവനന്തപുരത്ത് നിന്ന് പുള്ളി ട്രെയിനിലാണ് പോരുന്നതെങ്കിൽ എറണാകുളത്ത് കൊലയായിട്ട് ഒരു നിൽക്കും. അങ്ങനെയായിരുന്നോ? ആ കാലഘട്ടം എനിക്ക് ഓർമ്മയില്ല, ഞാനന്നില്ല.
അങ്ങനെ വിദൂരത്തായിരുന്ന നമ്മുടെ തിരുവോണനാൾ ദേ വരാൻ പോവാണല്ലേ. അപ്പോൾ ഓണസദ്യയൊക്കെ ഒരുക്കുമ്പോൾ കാളനാണോ മോരുകറിയാണോ, മോരുകറിയാണെങ്കിൽ എന്ത് മോരുകറിയാണ് ഉണ്ടാക്കണേ അതൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പ്ലാനിങ് ഒക്കെ തുടങ്ങിയോ എല്ലാവരും? എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.